നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹീഹായ ഒരു ഹദീസിൽ പറയുന്നത് കാണാം, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഒരാൾ ഇൽമ് പഠിക്കാൻ, അറിവ് നേടാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതം പഠിക്കാൻ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പാക്കി കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയുണ്ടായി. അങ്ങനെ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, വേറൊരു സഹാബിയാണ് അബൂ മൂസ അൽ അശ്അരി, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പോവുകയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിലിൽ മുട്ടുകയുണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നുകൊണ്ട് അബൂ മൂസയോട് ചോദിച്ചു, മല്ലദി അതാ ബികൽ ആന യാ അബാ മൂസ, എന്തുകൊണ്ടാണ് യാ അബാ മൂസ ഈ സമയത്ത് താങ്കൾ വന്നത്? കാരണം അന്ന് ഇശാ നമസ്കാരത്തിന് ശേഷം അവർ എല്ലാം ഉറങ്ങുന്ന സമയമാകും. ഇശാ നമസ്കാരത്തിന് ശേഷം അവർ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ അബൂ മൂസ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്? അബൂ മൂസ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നഹ മസ്അലത്തുൻ ഫിൽ ഇൽം, എനിക്ക് പറയാനുള്ളത്, സംസാരിക്കാനുള്ളത് ഇൽമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദൻ ഹാത്ത്, അങ്ങനെയാണെങ്കിൽ അബൂ മൂസ നമുക്ക് സംസാരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഈ ചരിത്രം റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നുണ്ട്, ഫതഹദ്ദസ ലൈലൻ തവീല, അവർ ദീർഘസമയം അവർ സംസാരിക്കുകയുണ്ടായി. അവർ ആ ഇൽമിലെ മസ്അല സംസാരിക്കുകയും ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ ഫജ്ർ നമസ്കാരം അടുത്തപ്പോൾ അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലിനുസല്ലിയ അമീറൽ മുഅ്മിനീൻ, നമുക്ക് നമസ്കരിക്കാം, അമീറൽ മുഅ്മിനീൻ ഫജ്ർ ആവാനായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നമസ്കരിക്കാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂ മൂസ പറഞ്ഞു. അഥവാ വിത്ർ നമസ്കാരം അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരം നമുക്ക് നമസ്കരിക്കാം എന്നാണ് അബൂ മൂസ അൽ അശ്അരി പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഇന്ന ഫീ സലാഹ്, നമ്മൾ നമസ്കാരത്തിലാകുന്നു, ഇന്ന ഫീ സലാഹ്. അപ്പോൾ അത്ര മഹത്വമേറിയ ഒരു ഇബാദത്താകുന്നു തലബുൽ ഇൽമ്. അതാണ് യഹ്യ ഇബ്നു യഹ്യ ലൈസി അൽ അൻദലുസി, അദ്ദേഹം അൻദലുസുകാരനാണ്, സ്പെയിനുകാരനാകുന്നു. അദ്ദേഹം ഇമാം മാലിക്കിൻ്റെ അറിയപ്പെട്ട വിദ്യാർത്ഥിയാകുന്നു. ആര്? യഹ്യ ഇബ്നു യഹ്യ അൽ ലൈസി. അദ്ദേഹം അൻദലുസിൽ നിന്ന് ഇമാം മാലിക്കിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരുടെ കപ്പലിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഓരോ സ്ഥലമെത്തുമ്പോൾ അയാളുടെ ജോലി വഅദ് പറയല. ഒരു സ്ഥലത്തെത്തിയാൽ ആൾക്കാരൊക്കെ കൂട്ടി അവിടെ വഅദ് പറയും. അങ്ങനെ അവർ മദീനത്തെത്തിയപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ ജോലി എന്താണ്? മാർക്കറ്റിലേക്ക് പോയി ജനങ്ങളൊക്കെ കൂട്ടി ഈ വ്യക്തി എന്താക്കാൻ തുടങ്ങി? വഅദ് പറയാൻ തുടങ്ങി. യഹ്യ ഇബ്നു യഹ്യ ലൈസി പറയുന്നത്, അന്ന് മദീനക്കാരുടെ ആ പ്രതികരണം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അന്ന് മദീനക്കാരെന്താ ചെയ്തത്? ഈ വഅദ് പറയുന്ന ആളെ അടുത്തേക്ക് വന്ന പുരുഷന്മാരൊക്കെ എന്തായി? ഇൻസറഫു, അവർ പിന്തിരിഞ്ഞു പോയി. കുട്ടികളോ? വസ്സുബിയതു, കുട്ടികൾ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി ഈ വഅദ് പറയുന്ന ആളെ. ഇത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കലേക്ക് നമ്മൾ പോയി. ഇമാം മാലിക്കിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇമാം മാലിക്കിൻ്റെ മറുപടി അതിനേക്കാളും അത്ഭുതമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഖദ് അഹ്സന റിജാലു ഹീന ഇൻസറഫു വ അഹ്സന അസ്സുബിയ ഹീന റമൗഹു ബിൽ ഹിജാറ.
പുരുഷന്മാർ പിന്തിരിഞ്ഞു പോയപ്പോൾ അവർ നല്ലതാണ് ചെയ്തത്, അതുപോലെ കുട്ടികളും. അപ്പോൾ യഹ്യ ഇബ്നു യഹ്യ ലൈഥി ഇമാം മാലിക്കിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടി താങ്കൾ പറഞ്ഞത്? അപ്പോൾ ഇമാം മാലിക് പറഞ്ഞത്, കാനു യജ്തമിഊന അലൽ ഇൽമി വൽ ഫിഖ്, അവർ അറിവിന് വേണ്ടി, ഇൽമിന് വേണ്ടി, ഫിഖ് പഠിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇജ്തിമാ ചെയ്യാറുള്ളത്. എന്നാൽ വഅദിൻ്റെ സദസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കാന യതഖവ്വലുന ബിൽ മൗഇദ, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅദ് പറയുകയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ് മുഴുവനും അറിവ് പഠിക്കാൻ വേണ്ടിയായിരുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഅദിൻ്റെ സദസ്സ് എല്ലാ വ്യാഴാഴ്ചകളിലായിരുന്നു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? ഫിഖ്ഹാണ്, ഇൽമാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നത് നമുക്ക് കാണാം, അന്നാസു അഹ്വജു ഇലൽ ഇൽമി മിൻഹും ഇലൽ തആമി വശ്ശറാബ്, മനുഷ്യർക്ക് ഭക്ഷണപാനീയങ്ങളെക്കാളും ആവശ്യം ഇൽമാകുന്നു. കാരണം എന്താ? ഇമാം അഹ്മദ് പറയുന്നുണ്ട്, ലിഅന്ന അത്ത്അാമ വശ്ശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ, കാരണം ഭക്ഷണപാനീയങ്ങൾ ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമുള്ളത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ മാത്രമാണ്. എന്നാൽ ഇൽമ് വൽ ഇൽമു യുഹ്താജു ഇലൈഹി ഫി കുല്ലി വഖ്ത്, ഇൽമ് എല്ലാ സമയങ്ങളിലും ആവശ്യമുള്ളതാണ് എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയുന്നത്. നമ്മുടെ സമുദായം, നമ്മുടെ ഉമ്മത്ത് ഇൽമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അവതരിക്കപ്പെട്ട ഒന്നാമത്തെ ആയത്ത് തന്നെ ഇഖ്റ എന്നാണ്, വായിക്കുക എന്നാണ്. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്നാണ് ഖുർആനിൽ അവതരിക്കപ്പെട്ട ഒന്നാമത്തെ ആയത്ത്. ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഫഅവ്വലു ഷൈഇൻ നസല മിനൽ ഖുർആനി ഹാദിഹിൽ ആയാത്ത് അൽ മുബാറകാത്ത് അൽ കരീമാത്ത്, ഖുർആനിൽ അവതരിക്കപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ഇതാകുന്നു. ഈ കരീമാത്തുകളായ മുബാറക്കാത്തുകളായ ആയത്തുകളാണ് ഖുർആനിൽ ഒന്നാമതായി അവതരിക്കപ്പെട്ടത്. വഹുന്ന അവ്വലു റഹ്മ റഹിമല്ലാഹു ബിഹൽ ഇബാദ്, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് കാണിച്ച ഏറ്റവും ആദ്യത്തെ റഹ്മത്ത്, ഏറ്റവും ആദ്യത്തെ കാരുണ്യം. വ അവ്വലു നിഅമത്തിൻ അൻഅമല്ലാഹു ബിഹ അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ അനുഗ്രഹം അതായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീരിൽ പറയുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബിൽ അലീം എന്നാണ്, എല്ലാം അറിയുന്നവൻ. ഇൽമു കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശേഷിപ്പിക്കുന്നത്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാകുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തത് അവനെ പഠിപ്പിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് സൂറത്തുൽ അലഖിൽ നമുക്ക് കാണാൻ കഴിയും. റിസാലത്ത് മുഴുവനും ഇൽമും അമലാണ്. ഇൽമ് അറിവാണ്, മറ്റൊന്ന് അമലാണ്, പ്രവൃത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുവല്ലദീ അർസല റസൂലഹു, അവനാകുന്നു അവൻ്റെ ദൂതനെ അയച്ചത്. എന്തുകൊണ്ട്? ബിൽ ഹുദ, സന്മാർഗം കൊണ്ടും, വദീനിൽ ഹഖ്, സത്യമതം കൊണ്ടും. എന്താണ് ബിൽ ഹുദ വദീനിൽ ഹഖിൻ്റെ തഫ്സീർ എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, ബിൽ ഹുദ ഐ ബിൽ ഇൽമിൻ നാഫി, നാഫിആയ ഇൽമു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു. വദീനിൽ ഹഖ്, എന്താണ് ദീനുൽ ഹഖ്? അതാണ് അമലുസ് സാലിഹ്, സൽക്കർമ്മങ്ങൾ. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് ലഭിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും സുഖമുള്ള മാർഗമാണെന്ത്? തലബുൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുഅ്തിൽ ഹിക്മത മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവന് ജ്ഞാനം നൽകും.
വമൻ യുഅ്തൽ ഹിക്മ, അത് ലഭിച്ചവനോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, അവന് അത്യധികമായ നേട്ടമാണ് അതിലൂടെ അവന് ലഭിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് ആദം അലൈഹിസ്സലാമിൻ്റെ ഫദ്ല് പറഞ്ഞത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാം ഇൽമുള്ളവനാണ് എന്നാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദം അലൈഹിസ്സലാമിൻ്റെ ഫദ്ല് അറിയിക്കുന്നത് ഇൽമിലൂടെയാണ്. അവന് ആദം അലൈഹിസ്സലാമിന് നൽകിയ ഇൽമ് എടുത്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നത്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് നൽകിയ ഫദ്ല് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നൊരു കാര്യം അവർക്ക് നൽകിയ ഇൽമാണ്. അവർക്ക് നൽകിയ ഫദ്ല് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പറയുന്ന ഒരു കാര്യം, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായ സാറ, അവരുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നപ്പോൾ സന്തോഷവാർത്ത പറഞ്ഞപ്പോൾ അവർ പറയുന്നത് എന്താണ്? വബശ്ശറൂഹു ബിഗുലാമിൻ അലീം, വബശ്ശറൂഹു ബിഗുലാമിൻ അലീം എന്നാണ്. ബിഗുലാമിൻ അലീം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനിയായ ആൺകുട്ടിയെ കൊണ്ടാണ് അവരെന്താക്കിയത്? സന്തോഷവാർത്ത പറഞ്ഞത്. യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമ. യൂസുഫ് അലൈഹിസ്സലാമിന് നാം എന്ത് നൽകി? ഹുക്മൻ വ ഇൽമ. എന്താണ്? യുക്തിബോധവും അതുപോലെ അറിവും നാം നൽകി. യൂസുഫ് അലൈഹിസ്സലാം അത് തന്നെയാണ് എടുത്തു പറയുന്നത്, ഇന്നി ഹഫീദുൻ അലീം, ഞാൻ അറിവുള്ള സൂക്ഷിപ്പുകാരനാണ് എന്നാണ് യൂസുഫ് അലൈഹിസ്സലാം സ്വന്തത്തെക്കുറിച്ച് പറയുന്നത്. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വ ഇൽമ. മൂസ അലൈഹിസ്സലാമിന് നാം വിവേകവും അതുപോലെ ഇൽമും അറിവും നൽകി എന്നാണ്. ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, ഇവർക്കൊക്കെ ഇൽമ് നൽകിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ. ഈസ അലൈഹിസ്സലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാമിന് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാം. وإذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك. മാഇദയിലെ ആയത്താണ്. إذ قال الله يا عيسى ابن مريم اذكر نعمتي عليك وعلى والدتك. اذكر, നീ ഓർക്കുക, നിനക്ക് നൽകിയതും നിൻ്റെ മാതാവിന് നൽകിയ അനുഗ്രഹവും നീ ഓർക്കുക. എന്താണ് നൽകിയ അനുഗ്രഹങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത്? وإذ علمتك الكتاب والحكمة. എന്താണ് എണ്ണിയത്? അറിവ് നാം നിനക്ക് നൽകി എന്ന് എണ്ണിയതായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമായി എണ്ണിയത് ഇൽമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത വഅല്ലമക മാ ലം തകുൻ തഅലം. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മത, നിനക്ക് ഗ്രന്ഥം ഇറക്കി തന്നു. വൽ ഹിക്മത, അതുപോലെ ഹിക്മത്തും. വഅല്ലമക മാ ലം തകുൻ തഅലം, നിനക്ക് അറിവില്ലാത്തതിന് ശേഷം നിനക്ക് അറിവ് നാം നൽകി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. ഖദിർ എന്നൊരു സാധാരണക്കാരൻ, ഒരു സാലിഹായ മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉലുൽ അസ്മിൽപ്പെട്ട മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൽമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖദിറിൻ്റെ അടുക്കലേക്ക് മൂസ അലൈഹിസ്സലാം പോകുന്നത്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മതൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമാ.
അതായിരുന്നു ഖിദറിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൽമാണ്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൽപ്പിക്കുന്നത് എന്താണ്? വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ പറയുക സിദ്നി ഇൽമ, എൻ്റെ ഇൽമ് നീ വർദ്ധിപ്പിക്കണമേ. അതുകൊണ്ട് തന്നെയാണ് ഇമാമിങ്ങളായ നമ്മുടെ ഇമാമിങ്ങൾ ഇൽമിന് ഇത്രമാത്രം പ്രാധാന്യം നൽകാനുള്ള കാരണം. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ.